ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി ഉത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി ഉത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പടയണും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലകരിയിൽ അടിമുടിയുലയുകയായി പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. എല്ലാ സാധനവും ഒപ്പിച്ചിക്ക്. നമ്മുടെ ലാഫിംഗ് വിലയിലെ ഫസ്റ്റ് ഓണമാണ്, നമുക്ക് പൊളിക്കണ്ടേ? പിന്നെ അല്ല ചോറ് സാമ്പാറ് കാളന് കൂട്ടുകറി ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. പിന്നെ പരിപ്പ് പായസം പപ്പടം ഒക്കെ ഈ കവറിന്റെ അകത്ത്. ഇവിടെ പപ്പടം അതിന്റെ കൂടെ തന്നെ വെച്ചോ? നീ ആഹാരം സദ്യ എല്ലാം വെളിയിൽ നിന്ന് വാങ്ങിയോ? പിന്നല്ലാണ്ട് എന്ത് കഷ്ടപാടി. എന്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടല്ലോ എന്റെ വീട്ടില് അന്ന് അടുപ്പ് കൂട്ടി വിറകടുപ്പില്ല വലിയ ചെമ്പും പാത്രങ്ങളും വെച്ച് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കുടുംബക്കാരെല്ലാം അതെ ചൂടോടെ വിളമ്പി കഴിക്കാന്ന് പറയുന്നത്. ഇത് നല്ല തമാശ. ഞങ്ങള് രണ്ടാളും രാവിലെ കുളിച്ച് ഒരുങ്ങി മലയാളം അങ്കമാരായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക. അതൊക്കെ പണ്ടത്തെ പണിക്കാരെ നോക്കിയാൽ മതി. ഞാൻ ഇവരെ പി ആയിട്ട് വന്നത്, അല്ലാണ്ട് അടുക്കള പണിക്കാരായിട്ട് വന്നല്ല. ഇത് നിങ്ങൾ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നില്ല, അതിനുള്ള ഒരു നന്ദിയെങ്കിലും കാണിക്കും. ഈ പപ്പടം ആ പപ്പടം അടുത്ത് പൊടിച്ച് പൊടിഞ്ഞു പോകത്തില്ലേടി? പൊടിഞ്ഞു പോകണ്ടോ? പിന്നെ പപ്പടം പൊടിച്ചല്ലേ നിങ്ങൾ തിന്നുന്നേ? ഞാനിപ്പോ ഒരു സഹായം ചെയ്ത് എനിക്ക് തന്നെ തൊല്ലയിലും ഇങ്ങോട്ടേക്ക് ഇതിപ്പോ വാങ്ങിക്കൊണ്ടുവന്ന എനിക്കാ കുറ്റം. പപ്പടം പൊടിച്ചല്ലേ തിന്നത്? പിന്നെ പൊടിച്ചിട്ടല്ലേ എന്തൊക്കെ ആൾക്കാരാണ്. ഓണമല്ലേ, ഞാൻ ഊഞ്ഞാലിരിക്കാം, നാട്ടിൽ തരുമോ? എന്റെ ചേട്ട ഈ 365 ചേച്ചിയുടെ ആട്ട് കേട്ടിട്ട് ചേട്ടന് മതിയായില്ല. ഓണത്തിന് ചേട്ടൻ ആട്ട് വേണോ? നവ്യ ഒരു കാര്യം പറഞ്ഞേക്കാം, നല്ലൊരു ഓണം ആയിക്കൊണ്ട് എന്റെ വായിരിക്കുന്നൊന്നും പിടിച്ചു വാങ്ങിക്കരുത്. നീ വഴക്കുണ്ടാകാപ്പോ, നീ എനിക്ക് നാട്ടിൽ എന്താ കുട്ടിക്കാലത്ത് നിനക്ക് ഊഞ്ഞാലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിന്റെ മുമ്പിലെ പുളിമരത്തിൽ കയറി ഊഞ്ഞാലിടുമ്പോൾ താഴെ വീണെന്ന് ഓർമ്മയില്ലേ? നിനക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടാണ് ആ മരക്കൊമ്പിൽ കയറി അന്ന് ഞാൻ ഊഞ്ഞാലിട്ടത്. ഇതൊക്കെ സിനിമയിലെ ഡയലോഗ് ഒന്നും അല്ല. നിനക്ക് അതുപോലെ അത്തപ്പൂ ഇടണമെന്ന് പറഞ്ഞപ്പോൾ നീ അന്ന് തീരെ കുഞ്ഞായിരുന്നു. ഞാനാണ് വീട്ടിൽ പ്രായത്തിൽ മൂത്തയാൾ. എല്ലാം പൂവെല്ലാം കൊണ്ട് നിനക്ക് ഇതുപോലെ അത്തക്കളവൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നീ മറന്നുപോയി അല്ലേ? ഇതേതോ സിനിമയിലെ സ്ക്രിപ്റ്റ് കളഞ്ഞു പോയിട്ട് കയ്യിൽ വന്ന് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞില്ലേ ഇപ്പൊ? നന്നായിരിക്കുന്നു. ശരി, വിളിച്ചിറക്കിയത് ഓണമായിട്ട് ഇന്ന് നമുക്കൊരു സൂപ്പർ സ്റ്റാർ അതിഥി വരുന്നുണ്ട്. അതാരാ? പലരുണ്ടല്ലോ, ആരാണ്? ഞാൻ ക്ലൂ തരാം, പറയാൻ പറ്റുമോ? മലയാള സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു നായകൻ. മലയാള സിനിമയിലെത്തി സിനിമാ ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ ഓണം ഞാൻ ആഘോഷിക്കുന്നതും ആ വലിയ നടന്റെ കൂടെ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ ഏത് നായിക അദ്ദേഹത്തിൻ്റെ കൂടെ നായികയായി കരിയർ തുടങ്ങിയിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കെന്നല്ല, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാക്കും. അത് മറ്റാരുമല്ല, മലയാളികളുടെ ജനപ്രിയ നായകൻ ദ വൺ ആൻഡ് ഓൺലി ദിലീപ്. വെൽക്കം ടു ലാഫിംഗ് വില്ല ദിലീപ്. വെൽക്കം ടു സെൻട്രൽ ജയിൽ. വെൽക്കം ടു സെൻട്രൽ ജയിൽ. അതെ, ഞാനിപ്പോ അഭിനയിച്ച റിലീസായ പടത്തിന്റെ പേര് പറഞ്ഞു, പുതിയ സിനിമ വെൽക്കം ടു സെൻട്രൽ ജയിൽ. എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്, മലയാള സിനിമയിലേക്ക് ഒരു കൊടുങ്കാറ്റായി വന്ന ആളല്ല ദിലീപ്. ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഇത്രയും കഠിനാധ്വാനിയായ ഒരു നടനെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ കാര്യം അതാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്, നമ്മളൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി 10 മണി എങ്ങനെയെങ്കിലും 9-10 തീർന്ന് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, രാവിലെ 7:30 ആയപ്പം ദിലീപ് വന്നില്ലല്ലോ, മണി 8 ആയല്ലോ എന്ന് പറയുമ്പം അസിസ്റ്റൻ്റ് ആയിട്ട് പറയും, സാർ ഡിസ്കഷൻ കഴിഞ്ഞ് ഇന്നത്തെ സീനിനെ കുറിച്ച് 5:30 മണിക്കാണ് ദിലീപേട്ടൻ ഉറങ്ങാൻ പോയെന്ന് പറയും. നാളത്തെ വർക്കിനെ കുറിച്ച് ഹോംവർക്ക് ചെയ്യുന്നൊരു നടൻ മലയാളത്തിലില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ദൈവം കൂടെ നിൽക്കുന്നത്, പറയാതിരിക്കാൻ.
ഞാൻ കമൽ സാറിൻ്റെ കൂടെ വിശ്ലോകത്തിന് ചെല്ലുന്ന സമയത്ത് രാജുവേട്ടനെ ഒരുപാട് പരിചയപ്പെടാൻ നടന്നിട്ടുള്ള ഒരാളാണ്. രാജുവേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ല, നല്ല സ്വാദുള്ള ഭക്ഷണം എത്തിച്ചിരിക്കും. Correct സമയത്തല്ലേ? ഇവിടെ അങ്ങനെ തന്നെയാണ്, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കും. നമ്മൾ ആര് കഴിച്ചില്ലെങ്കിലും ചേട്ടൻ കഴിച്ചിരിക്കും. ഞാൻ പറഞ്ഞത് പുള്ളി മാത്രം കഴിക്കുന്നല്ല, മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിച്ച ആ സന്തോഷം കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനു വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഒരാൾക്ക് വിളമ്പി കൊടുത്തിട്ട് അയാൾ സംതൃപ്തിയോടെ കഴിക്കുന്നത് കാണുന്നതാണ് നമ്മുടെ സന്തോഷം. അതെ, തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ദിലീപേട്ടൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദിലീപേട്ടൻ ഒരു വേണ്ട, ഈ കുട്ടി വേണ്ട, അല്ലെങ്കിൽ പോരാ. അതായത് എൻ്റെ സിനിമയിലോട്ടുള്ളൊരു കരിയറിൻ്റെ തുടക്കത്തിൽ ഇഷ്ടം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ സ്ക്രീൻ ടെസ്റ്റിൽ ഞാൻ മോണോ ആക്ട് അഭിനയിച്ച് കാണിച്ചു. അതിന്റെ കാസറ്റ് കൊണ്ടുവന്നു. ആ കാസറ്റ് എൻ്റെ ഇപ്പോഴും തോന്നുന്നു കരച്ചൻ്റെ അതിലെ മോണോ ആക്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഈ കുട്ടി ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണല്ലോ. അപ്പോൾ സിബി സാറിൻ്റെ പറഞ്ഞു, സാർ ഈ കുട്ടി ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഓക്കെ എങ്ങാനും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു സൗഭാഗ്യങ്ങളും ഉണ്ടായിരിക്കില്ല. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഗോസ് ടു ദ വൺ ആൻഡ് ഓൺലി ആക്ടർ ദിലീപേട്ടൻ. അയ്യോ, അത് മാത്രമല്ല, അത് നവ്യ ടാലന്റഡ് ആയതുകൊണ്ട് തന്നെ മാത്രമല്ല വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങള് ഒരുമിച്ച് ശരിക്കും ഒരു 6 പടം ചെയ്തിട്ടുള്ളൂ. അതില് 6 പടവും സൂപ്പർ ഹിറ്റുകളാണ്. എന്താ മാവേലി റെഡിയാക്കിട്ടുണ്ട്, കയറ്റി വിടട്ടെ? കയറ്റി വിട്ടോളൂ. അതെ, വർഷത്തിൽ ഒരു പ്രാവശ്യം വന്നിച്ചും പോകുന്നതാണ് ഈ മാവേലിയെ. അപ്പൊ ഇച്ചിരി റെസ്പെക്റ്റും ബഹുമാനം ഒക്കെ കൊടുക്കണം. ഓഹോ, അതൊക്കെ ചോദിച്ചു വാങ്ങിക്കണ്ടാണ്, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. അല്ല, എന്നാന്നറിയോ, ഈ ആവശ്യമില്ലാത്ത വാക്കുകളോ ചോദ്യങ്ങളോ ഒന്നും അദ്ദേഹത്തോട് പാടില്ല, ബഹുമാനം കൊടുക്കണം. ഞാൻ പറയാം. ആ നടുക്ക് നിൽക്കുന്ന നീല ഷർട്ടിട്ട ആൾ എന്തേലും ഒക്കെ ചോദിക്കും, ഒന്നും ചോദിപ്പിക്കരുതേ. ഞാൻ പറഞ്ഞോളാം. കയറ്റി വിട്ടാക്കട്ടെ? അല്ല, ഇവിടെ നമ്മുടെ ഒരു കാര്യമുണ്ട്, സംക്രാന്തി. അയാളെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു നല്ല മാവേലിയെ കൊണ്ടുവരാൻ. അപ്പൊ ഏതൊരു വലിയ കക്ഷിയെ കൊണ്ടുവരണം. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരിക്കുന്നത് നമ്മൾ ബഹുമാനമൊക്കെ കാഴ്ചവെക്കണമെന്നാണ് പറയുന്നത്. സംക്രാന്തി കൊണ്ടുവരുന്നതാണെങ്കിൽ എന്തെങ്കിലും ഉടായ്പ പരിപാടി ആയിരിക്കും. ഇവിടെ എന്ത് കേസിന് ഇങ്ങനെ ഒരു പ്രശ്നം നോക്കട്ടെ. മാവേലിയെ കൊണ്ടുവരും, മാവേലി വരട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായ സമ്മതിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ എത്ര കാലമായി ഈ ഐറ്റത്തിനെ കാണാൻ തുടങ്ങിയിട്ട്. എന്താ പറഞ്ഞു? അല്ല മാവേലിയായിട്ട് വരുന്നത് മിക്കവാറും സംക്രാന്തി തന്നെ ആയിരിക്കും. അതോടെ തീർന്നു. അല്ലെങ്കിൽ സംക്രാന്തി ചേട്ടൻ കൊണ്ടുവന്നാൽ പോലും അത്രയ്ക്ക് ഉടായ്പായിരിക്കും കൊണ്ടുവരുന്നത്. 300 രൂപയ്ക്ക് ഇതിലും നല്ല മാവേലി വേറെ കിട്ടിയല്ല. എത്ര രൂപ തന്നെ മാവേലി വിളിക്കാനായിട്ട്? 300 രൂപ. 3000 രൂപ. 3000 ആര് തന്ന്? ആങ്ങളെ. ഇന്ത്യക്കാരന്മാരെ വിളിച്ചിട്ട് അവന്മാര് പോലും വരുന്നില്ല. 300 രൂപയ്ക്ക് ഞങ്ങൾക്ക് പുറത്ത് പോണത് 600 കിട്ടുമെന്നാ പറയുന്നത്. പിന്നെ ഞാൻ ഇതേലും ഒപ്പിക്കൊണ്ട് വന്ന പാട് എനിക്കറിയാം. ഇതിന്റെ എല്ലാം കൂടെ വാടക 150 രൂപ വേറെ കൂടെ തരണം. അപ്പൊ 450 രൂപ. 450 രൂപയുടെ മാവേലിയാണ് നിക്കണേ. അതിനുള്ള ഇല്ലേ? ഡിസെൻട്രി ഒക്കെ എന്തോ അല്ലേ? ഡിസെൻട്രി എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഡിസെൻട്രി എന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. അല്ല, കുറച്ച് നാല് ഇവിടെ ഇല്ലായിരുന്നേ. പഠിച്ചോമ്പോളെന്നൊക്കെ ഹോങ്കോങ്ങിലായതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഈ പറയുന്ന അത്രയ്ക്ക് അങ്ങോട്ട് കത്തിയല്ല. അതാണ് ഈ നടുക്ക് വെച്ചിരിക്കുന്ന 3 എണ്ണത്തിൽ ഒരെണ്ണത്തിന് എന്നാത്തിന് എത്ര വലിപ്പം കൂടുതൽ? അത് 4 സഹോദരന്മാരാണ്. ഏറ്റവും മൂത്ത ആളാ പൊക്കമുള്ള 4 പേരില്ല, അത് 3 പേര്. പൊക്കമുള്ള മൂത്ത സഹോദരൻ, മറ്റേ 2 ഇളയ 2. അല്ല, എല്ലാത്തിനും ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവുമ്പോഴ അപ്പൊ വിരലുകളെല്ലാം ഒരേപോലെ ഇരിക്കില്ല. അപ്പൊ അങ്ങനെ കണക്കാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അല്ല, എല്ലാ അത്തപ്പൂവിന്റെ നടുക്കും ഇത് കാണാം. അതുകൊണ്ട് എനിക്ക് തന്നെയാണെന്ന് അറിയത്തില്ല. ഇന്നാളെ എന്നോട് ഉമ്മായും ചോദിച്ചത് എന്നാത്തിനാണ് 3 കമ്പി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ആ മറുപടി പറയാൻ വേണ്ടി. ക്രിക്കറ്റ് കളിക്കാനാന്ന് പറയാം. അത് അംഗീകരിക്കും. എന്റെ ഉമ്മയല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഈ പ്രാവശ്യത്തെ ഓണങ്ങൾ എങ്ങനെയാണ്? പുതിയ പടം ഏതാണ്? പറ. എന്റെ കൂടെ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ മെയിൻ ഒരു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ ഒരു പടം ചെയ്യുന്ന സമയത്ത് എന്റെ ക്യാരക്ടർ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് സെൻട്രൽ ജയിലിൽ. പക്ഷെ അതിനകത്ത് നമ്മൾ ക്രിമിനൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ പറ്റിയ ആൾക്കാരെ എടുക്കുമ്പോ അങ്ങനെ വന്ന ഒരു ഫേസ് ആണ് നമ്മൾ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടത്. എന്റെ കൂടെ അഭിനയിച്ച ആളാ. അതിന്റെ അഹങ്കാരമൊന്നും എനിക്കില്ല. ഇല്ല.
പരിചയം പോലും കാണിക്കാതെ നിൽക്കുന്നു. പിന്നെ ഈ പുള്ളി നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഏതാ? ഈ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആഹാരം മറ്റുള്ളവർക്ക് വിളമ്പി കൊടുത്ത് അവര് തിന്നുന്നത് കാണുമ്പോഴാ പുള്ളിയുടെ വയറ് നിറയുന്നു. 4 ദിവസം എനിക്ക് ആഹാരം തന്നിട്ട് ഇതിന്റെ അകത്ത് ആ പുള്ളിയാണ് ഈ ന്യായമല്ല ഈ നാട്ടുകാരെയൊക്കെ കണ്ട് ഇവിടെ അതെന്താ അറിയോ ചേട്ടാ, അത് നമ്മൾ എടുത്തു കൊടുക്കേണ്ട ഒരു ഗ്യാപ്പ് നമുക്ക് തരത്തില്ല. അടുക്കള പോയി കഴിക്കേണ്ട സമയമാവുന്നതിന് പുള്ളി കട്ട് കഴിക്കും. തരാത്തടത്തുനിന്ന് കട്ട് അതുകൊണ്ടല്ല ചിലർക്ക് വിളമ്പി തരുന്ന ഇഷ്ടം, ചിലർക്ക് ആരും കാണാതെ കൈയിട്ട് വരുന്നതാണ് സന്തോഷം. ഇതാ ടൈപ്പാ അതും ആ ടൈപ്പാ. കൈയിട്ട് വരി. ആ കൈയിട്ട് വരുന്ന അത് ശരി ശരി. അപ്പൊ ഞാൻ അവർക്ക് നല്ല അഭിപ്രായമാണല്ലേ എന്നെ കുറിച്ചല്ലേ? നല്ല അഭിപ്രായം. ഞാൻ ഈ കുടുംബത്തിൽ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കുകയല്ലെന്നുള്ളതായി. പിന്നെ എനിക്കൊരു ആശയം വന്ന ഒരു ഐഡിയ വന്നതേ, നമ്മുടെ ഈ ശബരിമല സീസൺ ആകുമ്പോഴേ കോട്ടയത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന റൂട്ടില്ലേ, കോട്ടയം ശബരിമല ദേ കഞ്ഞി എന്ന് പറഞ്ഞൊരു കട എനിക്ക് തുടങ്ങുന്ന കുഴപ്പമുണ്ടോ? ദേ കഞ്ഞി എന്ന് പറഞ്ഞ് കട കൊടുക്കാൻ പറ്റില്ല. അതിനാ? ദേ എന്നുള്ള ബ്രാൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസാവും. പിന്നെ വെൽക്കം ടു സെൻട്രൽ ജയിലിലേക്ക് ആവും. ഓ വീണ്ടും പോവല്ലേ? അപ്പൊ അതാണ്. അപ്പം അയ്യോ കഞ്ഞി എന്ന് പറഞ്ഞാക്കാവല്ലോ. അയ്യോ കഞ്ഞി എന്ന് പറഞ്ഞേക്കാൻ നല്ലത് അയ്യേ കഞ്ഞി എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവിടെ ഈ ഇതും വെച്ചിട്ട് അവിടെ ഇരുന്നാൽ മതി. Correct ആട്ടാ. ഇപ്പൊ ദിലീപിന്റെ കടയിലൊക്കെ ദേഹപ്പുള്ളിൽ ദിലീപിന്റെ പടം വെച്ചിട്ടുണ്ട്. ഇനി അയ്യേ കഞ്ഞി എന്നുള്ളതിന് ഈ പടം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും നല്ല എമ്പളം പടം പേര് പോലെ നല്ല കഞ്ഞിയാന്ന് വിചാരിക്കും. നല്ല കഞ്ഞി എന്ന് വിചാരിക്കും. നല്ല കഞ്ഞികളൊക്കെ അവിടെ കുടിക്കാൻ വരും. നിങ്ങളൊക്കെ വരുമെന്ന് ഞാൻ അത് മനസ്സിലായില്ല. പ്രതീക്ഷിക്കുന്നു. നല്ല കഞ്ഞി എന്ന് പറഞ്ഞാൽ പിടി കിട്ടിയല്ലേ. പോയേ കൊടയും മടിയൊക്കെ എടുത്ത് പോയേ ഓണമായിട്ട്. അതെ, ഇറങ്ങട്ടെ. കാണാം. ഈ ഡ്രസ്സൊക്കെ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ കാശിന് വൈകുന്നേരം ഇങ്ങ് വരും. പോണം. അയ്യോ അത് ദിലീപേട്ടാ, ആ നല്ല ആളാട്ടോ. എപ്പോ എത്തി ദിലീപേട്ടാ? ഞാൻ ഈ പ്രോഗ്രാം നേരത്തെ കണ്ടു കഴിഞ്ഞ സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് വന്നത്. എവിടെ പോയിരുന്നിരുന്നു? ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു, ഓണസദ്യ കാര്യങ്ങള്. അത് വെറുതെ കേട്ടോ, ഒന്നും ഉണ്ടാക്കത്തില്ല ചേച്ചി, എല്ലാം ഇൻസ്റ്റന്റ് ശ്രദ്ധിക്കണ്ട, ആയിട്ട്. എപ്പോഴും ഇങ്ങനെയാ വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ട്. ആ ചിലപ്പോ വാങ്ങിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് ആ എടുത്ത് വെക്കും. അതാ ചെയ്യണേ. എങ്ങനെയായാലും എന്താ കഴിച്ചാ പോരെ? ആരാ ചെയ്ത്? ആരെ? എന്നെ? ഞാനോ? ഞാന് നളിനാക്ഷൻ. ദിലീപേട്ടൻ? ഏത് ദിലീപ്? ഹിന്ദി നടൻ ദിലീപ് കുമാർ. ആ അമിരേഷ് പുരിന്റെ. ആ അച്ഛൻ. അപ്പൊ ഓംപുരി? ഓംപുരി തിന്നണത്. പാനിപൂരി? പാനിപൂരി ബേൽപൂരി അങ്ങനെയൊക്കെ ആ, ആ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലേ? അതെ അതെ. എവിടുന്ന് കിട്ടി ഇതിന്? ആരാണ്? ഇത് എന്റെ പിയാണ്. ഈ പോക്ക് പോയ നിന്നെ ഞാൻ പശുവിനെ അയച്ചേട്ടൻ ആളാ? ഇതിന്റെ കാര്യം നോക്കണത്. ഓ ഇതിന്റെ. ഈ പശു അയക്കും കെട്ടും അങ്ങനെ. എവിടുന്ന? എവിടെ സ്ഥലം? നരിക്കുനിയാണേ. ആരാ? നരിക്കുനിയാണേ. നരിക്കുനിയാണേ. കോഴിക്കോട്. ആ അവിടെ ഇല്ലത്ത്. ഇല്ല ഇല്ലത്തെ അന്തർജനോ? അന്തർജനത്തിലേക്ക് ഇപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചങ്ങനെ. അന്തർജനം ഒന്നും വരട്ടെ, ഇല്ലത്തെ അല്ലാതെ ഒന്നും ഇല്ലാത്തടത്തെ. ആ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തടത്തേനായിരുന്നു. അത് പകുതി വെച്ച് അങ്ങോട്ട് മുറിച്ചതാണേ. അയ്യോ ശരി, അതാണ് ഇല്ലത്തെ. ഈ കൂട്ടത്തിൽ സിൽക്കൊക്കെ ഇട്ട് വന്നതല്ലേ? ഓണമൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ടൊന്നും അണിഞ്ഞൊരുങ്ങി അതുകൊണ്ട് വന്നോളൂ. ഞാനിത്തിരി പരിഷ്കരിച്ചു ഉള്ളൂ. നന്നായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ എന്തിന്ന് എന്തിന്ന് എന്തിനീന്നൊക്കെ പറഞ്ഞിരുന്ന ആളാ. നിങ്ങളൊന്നും മിണ്ടാണ്ട് കുത്തിരിക്കി. അതേ വന്നു, ദേ വന്നു, ദേ വന്നു. സാധനം വന്ന് എന്നെ പഠിപ്പിക്കാൻ ഓരോരോ ആൾക്കാരെ കാണുമ്പോ അതിനനുസരിച്ച് നമ്മള് വർത്താനം പറയണല്ലോ. ഒരു ആട്ടിത്തം തോന്നിയപ്പോ നന്നായി പറഞ്ഞു. തോന്നി ശ്രീ ഉണ്ട്, ആ, മുഖശ്രീ ഉണ്ട്, ഏതാ? മുഖശ്രീ ഉണ്ട്, അനുശ്രീ ഉണ്ട്, എല്ലാം ഉണ്ട്. അനുശ്രീയാ? ഉവ്വ്, എല്ലാം അനുശ്രീ മുഖത്തുണ്ട്. എന്റെ കൂടെ ഇതിനു മുമ്പ് അഭിനയിച്ച ചന്ദ്രേട്ടൻ അഭിനയിച്ച കുട്ടിയാണ്. ഉവ്വോ, ആ സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ ലോകവിവരം ഇല്ല, സിനിമ കാണില്ലേ? അല്ലേ? ഇല്ല. അല്ല സിനിമ കാണരുതെന്ന് ഓപ്പോള് പറഞ്ഞിട്ടുണ്ടേ. ഓപ്പോളോ? ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? അല്ല ചേച്ചിയല്ല, എന്റെ അച്ഛന്റെ പേരാ ഓപ്പോള്. ഓ പോൾ. ഓ ഇംഗ്ലീഷിലാണേ. ഓ അല്ല ഓ, അത്രയും നീട്ടില്ല. ഓ എന്നാൽ ഇതിന് എവിടുന്ന് കിട്ടിയിടോ? ഞാനിവിടെ വന്നപ്പോ സത്യം പറഞ്ഞാല് എന്റെ ബാല്യം ഒന്നും കൂടി എനർജിയായി. അല്ല അതല്ല, എന്നുവെച്ചാല് ഓണത്തിന് മലയാളി മങ്കകളെ കണ്ടു കഴിഞ്ഞപ്പോ കാരണം അത്രയും എന്താ പറയുക കേരള തനിമയുള്ള വേഷഭൂഷാദികളിൽ അത് കുഴപ്പമില്ല. ആ നിങ്ങളെ കണ്ടപ്പോ, അത് പ്രത്യേകിച്ച് ഇല്ലത്തെ കുട്ടിയെ കണ്ടപ്പോ സന്തോഷമായി. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ എല്ലാ തറവാടുകളിലും തലമൂത്ത ഒരു കാരണവർ വേണ്ടേ? ഇപ്രാവശ്യം ഒരു കാരണവത്തിയുണ്ട്. നമ്മുടെ ഒരു അമ്മുമ്മ. അതെ, അമ്മുമ്മ ഇല്ല നമുക്കൊരു ആഘോഷമില്ല. ആ ഒരു കേരള തനിമയും സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ചുമന്ന പൊട്ടൊക്കെ തൊട്ട് നടന്ന് നമ്മള് വിളിച്ചു അമ്മൂമ്മേ.
എനിക്ക് പണിയാവൂലേ? കാലൊക്കെ തടവി കൊടുക്കേണ്ടി വരിക രാത്രി. അതൊന്നും ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് നല്ല ആരോഗ്യ. അയ്യോ ദേ വന്ന് നമ്മുടെ അമ്മമ്മ. എവിടെ? മുത്തശ്ശി എന്തൊക്കെയായിരുന്നു കേരള മുത്തശ്ശി സെറ്റുമുണ്ട് വട്ടപ്പൊട്ട് വട്ടുകേസ് പോലെ ഉണ്ടല്ലോ. തന്നെ കാനഡയിലായിരുന്നു ഒരു കൊല്ലം. ഓ 365 ദിവസവും സെറ്റുമുണ്ടല്ലേ കൊടുക്കുന്നത്. ഇതൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഇട്ടു. എങ്ങനെയുണ്ട് ദിലീപേ? നന്നായിട്ടുണ്ട്. പക്ഷെ ഈ ഓണത്തിനെതിരെ വല്ലാത്ത ചൈത്തായി പോയി മുത്തശ്ശി. അങ്ങനെ പറയല്ലേ. മുത്തശ്ശി ആ സെറ്റുമുണ്ട് കാണാൻ തന്നെയാണ് ഏറ്റവും നല്ലത്. എന്റെ മുത്തശ്ശി സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് വന്ന് നമുക്കൊരു തിരുവാതിരയൊക്കെ കൂടെ കളിക്കാന്നല്ലേ ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും? അതിനെന്താ, ഒരു കുഴപ്പവുമില്ല. ഞാൻ തിരുവാതിരയുടെ 5-6 അളവുകളും കൈകളും പറഞ്ഞു തരാം. മോളെ ആദ്യം എടുക്ക. ആദ്യം ഗണപതി ഇങ്ങനെ തൊഴുക. പിന്നെ 1 2 3 അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യൂലേ മുത്തശ്ശി? ഇങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനെ പിന്നെ ഇതിന്റെ ഡബിള് അടുക്കളയിൽ കൊണ്ടിട്ട് പിന്നെ അങ്ങനെ ഉമ്മി ഉള്ളിയൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് ഫ്രണ്ടില്. പണിയുണ്ട്. അപ്പൊ അവിടെ നിന്നാകുമ്പോ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി കിട്ടുമല്ലോ. എന്തോ വെച്ചില്ലേ? ഇല്ല, ഇല്ല, ഇല്ല. രണ്ടടവ് കഴിക്കാനായിട്ട് സമ്മതിക്കാത്ത അവിടെ 8 അളവ് വരെ എടുക്കാം. വരിക. അല്ല അമ്മമ്മ വന്നോളൂ. 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 ഈ അളവ് എടുക്കണേ. ഈ അളവ് കൂടുതൽ എടുക്കല്ലേ? ഈ അളവ് എടുക്കണം. കൊണ്ടുപോയി സാമ്പാറില് പൊരിക്കാ കൊല്ലായിട്ട് ഇടുവോ? ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് വാ. അങ്ങനത്തെ സംക്രാന്തി മുത്തശ്ശിനെ അങ്ങോട്ട് കൊണ്ടിട്ട് ഈ രൂപത്തിലാക്കി കൊണ്ടുവന്നാ. നോക്കി. ഇതാ കണ്ടില്ലേ, ഞാൻ ഓണത്തപ്പൻ ഉണ്ടാക്കി വെച്ച അട എടുത്തിട്ട് ഇതാ തിന്നിക്കാം. എന്തായാലും ഓണത്തപ്പനും എടുക്കണം. ഞാൻ ഈ ഓണത്തിന്റെ അപ്പനല്ല, ഞാൻ തന്നെ എന്തെന്ന് വെച്ചാ പോരാ. കണ്ടില്ലേ? വെറുതെ അപ്പന് വിളി കേക്കല്ലാട്ടെ ഈ ഓണത്തിന്റെ അന്ന്. ഈ അപ്പം എങ്ങാനും ഒറിജിനൽ ഓണത്തപ്പം വന്ന് തിന്നാല് കോഴിക്കോട് വന്ന് നിന്റെ അപ്പനെ ആ അപ്പം വിളിക്കും. എന്നാ പിന്നെ എന്തിനാ ഈ അപ്പം തിന്നുന്നേ? ഞാൻ ചുമ്മാ നിന്ന് പോയി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാജേട്ടാ, അവിടെ ഇരിക്കുന്ന ആ പഴയ സാധനം ഞാൻ എടുത്തോട്ടെ? ഏതാ? അത് മുത്തശ്ശിയാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. അത് തന്നെ, അത് ഞാൻ ഞാൻ എടുത്തോട്ടെ? ഉരുളി കൊണ്ടിട്ടേ. അയ്യോ. കൊണ്ടിട്ടോ നീ? അവിടുന്ന് ഈ അടവങ്ങട് കാണിക്കട്ടെ. അതിനകത്തിട്ടോ വെളിയിട്ടോ? ഉള്ളിലിട്ടു. വിമ്മും കൊടുത്തിരിക്കണു. വിമ്മിയും കൊടുത്തോ? വിമ്മും കൊടുത്തു. വിമ്മ മുത്തശ്ശിക്ക് കൊടുത്തോ? പുറത്ത് അല്ല, ഉരുളിട്ടോ? പാത്രത്തിലിട്ടു. അടവ് ചെയ്യുമ്പോ അതങ്ങട് കഴിയേ. രണ്ടും ഒരുമിച്ച് കഴിയാതിരുന്നാ മതിയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടാത്താണ് ഞാൻ അത് എടുത്തോട്ടെ? ഏതാ? മുത്തശ്ശിയല്ലേ? ആ എടുത്തോ. ഈ ഓണത്തിന് എക്സ്ചേഞ്ച് മേള ഉണ്ട്, അത് കൊടുത്തിട്ട് വേറെ ഒരെണ്ണം എടുക്കാനായിരുന്നു. അപ്പൊ മുത്തശ്ശിനെ കൊടുത്തിട്ട് ചെറുമട്ടത്തിന് ചെറുപ്പമുള്ള കുട്ടിയുടെ എടുക്കും. ഓ, അതെ, അതാ. ഭയങ്കര അടവാ. ദിലീപേട്ടാ, ഈ ഓണം പ്രമാണിച്ച് ദിലീപേട്ടൻ വന്നതും പ്രമാണിച്ച് ഇവിടെ ചില കലാമത്സരങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഊറിയടി കണ്ടിട്ടുണ്ടോ? ഉറിയടി കണ്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ കണ്ണ് കെട്ടിട്ട് അടിക്കണ അതല്ലേ? ഇത് പെണ്ണുങ്ങൾ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല. എന്നാ ഈ 3 പെണ്ണുങ്ങൾ അടിക്കുന്ന നമുക്ക് ഇവിടെ ഇപ്പൊ ലൈവായിട്ട് കാണാം. പിന്നെ ആ ഊരിങ്ങി പോരട്ടെ. ശരി, നമ്മൾ അങ്ങോട്ട് ഇരുന്ന് കാണാം. നമുക്ക് ഞാൻ അവിടെ അങ്ങോട്ട് ഇരിക്കാം. ഞങ്ങൾ അവിടെ ഇരിക്കാം. എടാ, വെള്ളമൊക്കെ മേത്ത് വീഴണ്ട. ഉറി വരട്ടെ. ദേ ഇതാണ് ഉറി. അപ്പൊ കണ്ണു കെട്ടപ്പോ ആരാണ് ആദ്യമായിട്ട് കളിക്കുന്നത്? മഞ്ജു ചേച്ചി. മഞ്ജുവാ. മൂത്ത ആള് മഞ്ജു ചേച്ചിയല്ല. അപ്പൊ എന്തായാലും ചേച്ചനെ. ഞാൻ കെട്ടാം. ഞാൻ കെട്ടാ. വേണ്ട. വേണ്ട. കൊറേ നാളായിട്ടുള്ള ആഗ്രഹം ഞാൻ രാജു ചേട്ടാ. കണ്ണു കെട്ടാന്ന്. ഇല്ലേ, ഐലാഷ് വെച്ചിട്ടുണ്ട്. ശങ്കറുവിന്റെ തല. തലയിലാണ് കെട്ടിയ, കണ്ണിലല്ലേ? കറക്കി വിടുകയാണ്. അല്ല, കറക്കി വിടണം. പിന്നെ കറക്കി വിടാതെ എങ്ങനെയാ? ആ, അങ്ങോട്ട് ഇച്ചിരി മാറിയേക്ക്. അല്ല അത് അങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ ഇല്ല, നിന്നില്ല. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാനല്ലായിരുന്നു, ഇവിടെ മാറ്റി നിർത്താനായിരുന്നു. എന്നതായത് കറക്കി വിടട്ടെ. ഓക്കെ, കറങ്ങ്. അടിച്ചോ 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 അടിച്ചോ. അടി അടി അവിടെ തന്നെ. വെച്ചടിക്ക്. അടി വഞ്ചു. ഒന്ന് അടി. അടിക്ക് അടിക്ക് അടിക്ക്. തൊട്ട് താഴെ കിടപ്പുണ്ട്. അടിച്ചോ. അടി. പൂക്കളത്തിൽ ചവിട്ടി കാലിൽ ചവിട്ടി ഓടിക്കാൻ. അടി 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 അടി. ഓ അടി അടി അടിക്ക് 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 അടിക്ക്. ഫ്രണ്ട് ഫ്രണ്ട് പോ. അടിക്ക് അടിക്ക് അടിക്ക്. അടിക്ക്. ഓക്കെ 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 ഓക്കെ. മഞ്ജു വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ സുരഭിയുടെ ഊഴമാണ്. കമ്പ് പിടിച്ചേ, മുമ്പോട്ട് കയറി നിൽക്കും. നിക്കി, ഞാൻ ഈ സ്റ്റൂളിന്റെ മോളിൽ തൊട്ടച്ചാൻ പൊക്കേ ഉള്ളൂ. നെഞ്ചെന്തിനു അടി കൊടുക്ക.
കറക്കി വിടട്ടെ എന്താക്കണം? കറക്കി വിടണം അങ്ങനെ കൊണ്ടുപോയില്ലേ? അല്ല, അങ്ങനെ 1 കൊണ്ടുപോകണം. 2 3 4. ഓ അതെ ഓക്കെ ഓക്കെ. ചണ്ടവെള്ളം ഒഴിക്കോ ആ. ആ ഇത് ഇത് ആ, അടിച്ചോ. പേടിച്ചോ. അടി. അടി അങ്ങോട്ട്. അടിക്ക്. അടി, 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 അടി. അടിക്ക് കൊച്ചേ. അടി, അടി, അടി. താഴെ കിടപ്പുണ്ട്. ആ, അടി. അടിച്ചോ. ആ, ഉണ്ട്. ഓ. അതെ താഴ്ത്തണം, എനിക്ക് നീളം കുറവാ. ഓക്കേ. അടുത്തയാൾ വരൂ. മോളെ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് എന്നാ അടയ്ക്കോ, കണ്ണടച്ചോളൂ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരു ഹിന്ദിക്കാരനെ വെച്ചോണ്ട് അങ്ങനെ അകറ്റി വെച്ചോണ്ടിരിക്കും. അടയ്ക്ക അങ്ങോട്ട്. മതി. കൈയുടെ അവിടെ നിന്ന് ഓ മതി എന്ന് എന്തിനിങ്ങനെ ഞെക്കണേ? ആര് ഞെക്കി? കണക്കിന് ഞെക്കിയിരുന്നെങ്കിലോ? പിടിക്ക്. ഇങ്ങോട്ട് കയറി. ആ ഇങ്ങോട്ട് കയറി ഞെക്കി. മതി മതി, ഉരുട്ടല്ലേ? ഉരുട്ടല്ല കറക്കുന്നത്. കറക്കോടെ കറക്കി. ആ പോയി അടിച്ചോ. ആ അടി അങ്ങോട്ട്. അടിക്ക്. ചേച്ചി അടിക്കവിടെ. വെച്ചടിക്ക്. അടി. തൊട്ട് വണ്ടിക്കടവുണ്ട്. അടിച്ചോ. അടി. അടിക്ക്, അടിക്ക്, അടിക്ക്. അടി, അയ്യോ. അടിക്ക്. അതിവിദഗ്ധമായി നവ്യ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ആണോ? അങ്ങനെ 2 വനിതകൾ നമ്മുടെ ഉറിയടി മത്സരത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വെറും 20 സെക്കൻഡ് കൊണ്ടും 32 സെക്കൻഡ് കൊണ്ടുമാണ് ഈ 1-ാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത്. ഓക്കെ, 2 വിജയിയെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കൈ കാണിക്കൂ. ഈ കൈ എന്നത്ത് വേറെ എന്തെല്ലാം പണി കിടക്കുന്നത്? എന്തെങ്കിലും പണിക്ക് പോയി. ഓക്കെ, നവ്യ നായരും സുരഭിയുമാണ് ജയിച്ചിരിക്കുന്നത്. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ദിലീപേട്ട ഇവർക്കുള്ള സമ്മാനങ്ങൾ. രണ്ട് പേർക്കും കൂടി ഈ ഒരു കാരണം ഒരു കുടം രണ്ടുപേരോട് തല്ലി പൊട്ടിച്ചല്ലേ, അപ്പൊ അതുകൊണ്ട് രണ്ടുപേരോട് ഈ സമ്മാനം. അല്ല ഈ സമ്മാനം വേണേ നപ്പിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും റോളൊക്കെ തന്നെ. സമ്മാനം എന്താണെന്നറിയോ? അത് കൊടുക്കുക, അത് കുഴപ്പമില്ല. എന്താണെങ്കിലും ഇത് ഇവിടെ വെച്ച് തുറക്കണ്ട, കാരണം ഇത് എന്നാന്നറിയോ? അതെ, അപ്പൊ അത് വെച്ചോളൂ, അപ്പൊ അത് മാറ്റി വെച്ചോളൂ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സന്തോഷമാണ്, കാരണം ഇന്ന് അവരെ ലൈഫില് പെണ്ണുങ്ങൾ ഇതുപോലെ തലതല്ലി പൊട്ടിക്കണ അല്ല കുടതല്ലി പൊട്ടിക്കണ കണ്ടിട്ടില്ല. പ്രോത്സാഹന സമ്മാനം കൊടുക്കുവോ? ഉറപ്പായിട്ടുണ്ട്. എന്തോരം കഷ്ടപ്പെട്ടത് എനിക്ക് പ്രോത്സാഹനം തന്നില്ല. ഞാൻ എന്തോരം ഞാൻ അവരെ അവിടെയൊക്കെ ഇടത്തോട്ട് വാ വലത്തോട്ട് വാ ചേച്ചി ഇങ്ങളോടും മഞ്ജു ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് കറക്റ്റ് ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞ മഞ്ജു ആയിരുന്നു ഇതിന്റെ GPS. ഈ സമ്മാനം എന്താണെന്നറിയോ? ജോയി ആലിക്കാസിന്റെ 15 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ. ആരെങ്കിലും തരുവാണെങ്കിൽ ഈ പെട്ടി കത്തിട്ട് വെക്കാം. എനിക്കൊരു സംശയമുണ്ട്. ഈ ഉറിയടിച്ചുള്ള സാധനമൊക്കെ പൊട്ടിച്ചപ്പോ അതിന്ന് പേപ്പറാണല്ലോ ഒന്ന് നമ്മള് വെണ്ണയിലിട്ട് വെച്ചിരുന്നേ. അത് ഞാൻ അടിച്ചു മാറ്റി നേരത്തെ. അരിക്കാട്ടുന്ന പച്ചരി വരെ എടുത്ത് തിന്നുന്ന സൈസ് അത്. അരിക്കാത്തുനിന്ന് പച്ചരി. അരിക്കാട്ടാനുള്ള പച്ചരി വരെന്ന്. അരിക്കാട്ടാനുള്ള ഇല്ലാത്ത കുട്ടിയാ. വളരെ തോഴിയാണ് കേട്ടോ. ആ കിരീടം ഇങ്ങോട്ട് തരിക. സത്യം പറഞ്ഞ ഈ ഓണ ദിവസത്തില് ഇവിടെ വന്നപ്പോൾ ഈ ലാഫിംഗ് വില്ലയിലെ നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും പിന്നെ ഇവിടെയുള്ള ഉറിയടിയും തിരുവാതിര കളിക്കുള്ള പ്രിപ്പറേഷനും മാവേലി പിന്നെ പൂക്കളം ഊഞ്ഞാലൂടി കണ്ടപ്പോഴാണ് എനിക്കൊരു ആഗ്രഹം, ഒന്ന് അതിലിരുന്ന് ആടിയാലൊന്ന് കുറെ കാലം. 3 പേരും കൂടിയാ? അത് വേണ്ട, ഓരോരുത്തരും ആട്ടിയാ മതി. അതെ, 3 പേരും കൂടെ ആട്ടിയാൽ ഇത് താങ്ങൂല്ല. അതാ ഓരോരുത്തർ ഇരുന്നോട്ടെ. ഓക്കെ, നവ്യ ആദ്യം അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഒരാൾക്ക് എത്ര ആട്ടാട്ടം? ഒരാൾക്ക് നിങ്ങളുടെ ആപതനുസരിച്ച് ആട്ടാം. നമുക്കൊരു പവറാണല്ലോ. സോറി, പിടിക്കാത്ത ആരാണ്ടുണ്ട്. ആരാന്നറിയില്ല. മറ്റേ ചാനലുകാരാ. മറ്റേ ചാനലുകാരാ അല്ലെങ്കിൽ
ഇല്ല ദിലീപേട്ടൻ ആടുന്നില്ലേ? അല്ല ഞാൻ പിന്നെ ആടിക്കോളാം. പക്ഷെ ആട് ഇവിടം വരെ വന്ന് ചാടാതെ പോയാൽ എങ്ങനെയാ? ഞാൻ ആടാല്ലേ? അത് ആട് നവ്യ ആട്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തരണം? ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഓർമ്മയുണ്ടല്ലോ. നവ്യ പോയി ആട്ടിന് വന്നതിന് ശേഷമേ ഉള്ളൂ സുരഭിക്ക് ആടാൻ പറ്റുള്ളൂ. അതിന് ശേഷമേ ഉള്ളൂ മഞ്ജുവിന് ആടാൻ പറ്റുള്ളൂ. ഇതിനെല്ലാം ശേഷം ഒരുമാതിരി ഏർപ്പാടായി പോയല്ലോ. ആരേതല്ലേ കാണിക്കുന്നത്? ഊഞ്ഞാലിൽ ആളില്ല. കണ്ട അതിനകത്ത് ആളുമില്ല. ഇതേതാ പുതിയ ചാനലുകാർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അവരാ. അതെ. അല്ലെങ്കിൽ ആളില്ലാതെ ഇങ്ങനെ പിടിയായി. ഞാൻ പിന്നെ അല്ല ഒന്നുകൂടെ വേണേ ആട്. പക്ഷെ ആ പുള്ളിക്ക് ഒരു ആസ്വദിക്കാൻ പറ്റിയില്ല. എന്ത് കഷ്ടമായത്. ആസ്വദിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഫംഗ്ഷന് വന്നിട്ട് നിങ്ങളല്ലേ ഒരു പിന്നെ ആരാ ഒരു അല്ലേ എനിക്ക് ത്രില്ലിട്ടില്ല. ഒന്നുകൂടെ ആടിക്ക് വേണേ ഞാൻ ആട്ടാം. ആണോ? പിന്നെ വാ, 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 വാ. കേറ്, ഞാൻ ആട്ടാം. നിങ്ങൾ അവിടെ ഇരുന്നോ. അത് മതി, അത് മതി. പുള്ളി ആടിക്കോട്ടെ. കേറ്, കേറ്, കേറ്. നല്ല തുണി പിരിച്ചിട്ട് ഇരുന്നില്ല. ഞാൻ ആട്ടാം. ഓക്കെ. ആ പോരട്ടെ. ആ പോരട്ടെ. ആ, ഇറങ്ങ്. ഇതെന്നെ കാണിക്കട്ടെ. എന്റെ ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നെ. എന്റെ കൂടെ വരുന്ന എന്തിനാ? ഞാൻ വന്നതല്ല, എന്റെ തുണ്ടിന്റെ അകത്ത്. അല്ലല്ല എന്റെ മാമയിലെ വെച്ചതാ. അയ്യോ. മാറിക്കോ. ഈ സാധനം എടുത്തേ. ഇതിന്റെ മേളിലാ കയറിയിരുന്ന. ആ കൂടെ ഞാനതല്ലേ വന്നേ. അയ്യോ മൊത്തത്തിൽ അടി പോകാതിരുന്ന ഭാഗ്യം. മാവേലി ആട്ടെ. ഓണമായിട്ട് ഞാൻ അടിയിലും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ നമുക്കേ ഒരു തിരുവാതിരയും കൂടെ കാണാം. എന്താ അതിനാണെങ്കിൽ അടുക്കളനും മറ്റു മുത്തശ്ശിനെ ഉരുളിന്നെടുത്തു. അയ്യോ വേണ്ട. ഞാൻ കൊണ്ടുവരണം. അല്ല ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. അതെ ആ ശരി. ഉണങ്ങിയ സാധനം പോരെ ഇപ്പൊ വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ തുടങ്ങാം നമുക്ക്. നമുക്ക് തുടങ്ങണം. എന്നാ പിന്നെ ആയ തിരുവാതിര കളിക്കാരിക്ക് പോരട്ടെ. തിരുവാവണിരാവ് മലയാള ചുണ്ടിൽ മലരോട പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ അക്കു തിക്കു താന വരുമ്പു തക്കുര നിക്കണ കാലോ കണ്ടാലൊന്ന് കാണാൻ കടി നല്ല കളിയില്ലേ? അല്ല എത്ര മാസായി? 10. എന്നിട്ട് വയറൊന്നും കാണില്ലല്ലോ. അനാവശ്യം പറയാതടോ. ഇവിടെ വന്നിട്ട് 10 മാസമായി എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോ സുഖമല്ലേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. എങ്ങനെയെന്നല്ലോ പറഞ്ഞത്? ഏൽക്കാണ്ട് പോടുന്നൊക്കെയാണല്ലോ പറഞ്ഞ ആളോട്. ഇന്നത്തെ ദിവസം അങ്ങനെയല്ലല്ലോ, ഇന്ന് ഓണമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിലും ഉണ്ട്, മനസ്സിലായില്ലേ? ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ദിവസമാണ്, മനസ്സിലായോ? ആഗസ്റ്റ് 15 ആയിട്ടല്ലോടോ. ഇന്നത്തെ ദിവസം ഓണാഘോഷമാണല്ലോ. ഒരിക്കലും ജീവിതത്തിൽ ഒരു പ്രതിയാവണം, ഒരു കുറ്റവാളിയാവണം എന്ന് വിചാരിച്ചിട്ടായ ആൾക്കാരല്ലല്ലോ നിങ്ങൾ. ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നിങ്ങൾ കഞ്ചാവടിക്കുന്നു, മദ്യപിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് അമ്മയെ തല്ലിക്കൊല്ലുന്നു, അച്ഛനെ തല്ലിക്കൊല്ലുന്നു, സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കുന്നു. അതൊക്കെ ജീവിതത്തിൽ ഓരോ സംഭവിച്ചു പോകുന്നതല്ലേ, അങ്ങനെ പ്രതികളായിട്ട് വന്നതല്ലേ. അപ്പൊ ഈ ദിവസം നമുക്ക് അതൊന്നുമില്ല. നമ്മൾ ഇന്ന് ഓണാഘോഷം തകർക്കാൻ പോവാണ്. അപ്പൊ നമ്മളുടെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ രസമല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ജയിലിലേക്ക് പുതിയ സൂപ്രണ്ടായിട്ടുള്ള മാർത്താണ്ഡൻ സാറ് ആദ്യമായിട്ട് കടന്നു വരികയാണ്. Sir! Welcome to Central Jail!
സാറേ, വിടരോ? സാർ എന്താ പിടിക്ക് മോളെ, പിടിക്ക്. എന്താണ്? ഇങ്ങനൊക്കെ സൊല്യൂട്ട് അടിച്ച ആള് മേടിച്ചോലോ. ശരി. സാറേ സാറേ സാരി വാങ്ങിക്കൊടുക്കാത്തതിന് ഭർത്താവിനെ അടിച്ചു വന്നോളാം അവള്. ശ്രദ്ധിച്ചോ സാറേ, അപ്പം വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം തന്നെ സാറിന് ഇവിടെ ചാർജ് എടുക്കാൻ തോന്നിയല്ലോ. നല്ല രസമായിട്ടുണ്ട് സാർ, വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇവിടുത്തെ കുറ്റവാളികൾ എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഇന്നത്തെ ദിവസം ഇത് തൊരപ്പൻ. നമ്മളിവിടെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, പേര് വിളിക്കുമല്ലോ, തൊരപ്പൻ സുഗുണൻ. സുഗുണൻ പ്രസവിക്കുന്നതിന് മുമ്പേ വേറിട്ടായിരിക്കും അല്ലേ? സാറേ, ഇത് കല്യാണരാമൻ. ഞാനവനല്ലേ അവിടെ ഇരിക്കുന്നത്. അത് സിനിമയിലല്ലേ, ഇത് ജീവിതത്തിലേ പറഞ്ഞേ. അതെ അതെ, ഇത് കല്യാണരാമൻ. ഭക്ഷണം കഴിച്ച എന്നെ പിടിച്ചിട്ടാണ് ഇവിടെ. ഭക്ഷണം കഴിച്ചെനക്ക് എന്തിനാ സാറേ എന്നെ പിടിച്ചിട്ട്? എവിടെന്നാ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കും സാറേ. എവിടുന്ന ഭക്ഷണം കഴിച്ചത്? ഞാന് പെണ്ണ് കാണാൻ പോയാലോ? പെണ്ണ് കാണാൻ പോകുമ്പോ ഭക്ഷണം കഴിക്കുന്നത് സാധാരണയല്ലേ? സ്ഥിരമായിട്ട് ഓരോ വീട്ടിൽ പെണ്ണ് കാണാൻ പോകും, എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കൂ, ആ സ്ഥലവും സന്ദർഭവും ഒക്കെ നോക്കി വെക്കും, രാത്രി കയറി കാക്കൂ. പിന്നെ ഓനെ പിടിച്ചിട്ടുണ്ടേ. അങ്ങനെയാണ് ഇവിടെ വന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ സാറേ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളാണ് അമ്പലമണി. അമ്പലമണി? അതെന്താ അങ്ങനെ? അതായത് അമ്പലത്തിലെ മണി മൊത്തം അടിച്ചു മാറ്റുന്നത് അമ്പലമണി എന്നാണ് പേര്. പിന്നെ കലാഭവൻ മണിയെ ഭയങ്കര ഇഷ്ടമാണ്. മണിയെ അനുകരിക്കും, എല്ലാ സംഭവങ്ങളും ചെയ്യും. വരാം. സാറാണ് തോമസ് സാർ. അല്ലല്ല, ഇവിടെ നിന്നാ മതി. കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാ നടമാടും. തോമാച്ചാറ് വന്നോ? വാസന്തി കിടക്കണ കണ്ണുണ്ടോ? എന്തെങ്കിലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കൂ, ആരോടും പറയില്ലേ. എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്ക് വന്ന് രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല. എന്ത് പണിയാണ് അമ്പലമണി കാണിച്ചത്? സാറിന് ഡ്യൂട്ടിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. സാറേ 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 ഇവിടെ സാറെന്ത് രാജമാണിക്യത്തിലെ മമ്മൂട്ടി കളിക്കുക? അപ്പറോ ഓരെ വിളിക്ക്. എന്ത് പറ്റി? എന്റെ പെരടിക്ക് എന്തോ പറ്റി. ശരി, തിരിക്കാൻ പറ്റാത്ത തിരിക്കാൻ പറ്റുന്നില്ല. ഇവനാണ് ചെയ്തത്. പക്ഷെ വേറെ കാര്യമുണ്ട്, സുലോചന ഇത്ര അടിപൊളി. സാറ് ഗംഭീരായിരുന്നു കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ. ഇവളെന്തായി കാണിച്ചോണ്ടിരിക്കണേ? ഇതെന്താണിത്? അല്ലെങ്കിൽ അതെ, ചെറിയൊരു കാര്യം ഊതി വീർപ്പിച്ച് പൊട്ടിക്കാൻ പെണ്ണുങ്ങളെ മാതിരി എടുക്ക് വേറെ ആക്കില്ലല്ലോ. വീർപ്പിച്ചോണ്ടിരിക്കണേ. മണിയാ അമ്പലമണി അവിടെ വാ. പരിപാടി കട്ടിവള എന്റെ ബാഗ് പോയി ചെല്ലി പോയി കിടക്ക്. സാറേ പാട്ടാണ്ട് പാട്ട് നീയോ? ഞാൻ പറയണോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഇതെന്തോടെ പരിപാടി ഇവിടെ? ഞങ്ങള് വെറുതെ ജോലി എന്ത് വെറുതെ നിക്കാ? കളഞ്ഞു. ഒരു പെണ്ണിനെ കണ്ട അപ്പൊ അവിടെ ഈ ചക്കയിൽ ഈച്ച പോയി ഞാൻ പോയായിരുന്നു. എന്താ പരിപാടി?
പാട്ടാ പ്രിയമുള്ളവരെ, നമ്മുടെ സദാനന്ദൻ എസ്.ഐ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. ഓക്കേ, കുറച്ചു കാലമായി അങ്ങനെ പ്രാക്ടീസ് ഒന്നും ഇല്ല, ഒന്നും വിചാരിക്കരുത്. കുറ്റവും കുറവൊക്കെ സാറ് പറഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ പാടിയില്ല, മോശമല്ലേ? ഓക്കെ സാറേ, ജസ്റ്റ് ഒരു 4 പേര് അല്ലേ? ഒന്ന് പാടിയോടി നടന്നു. അന്റെ മഹാനുഭാവനു സാറേ ഞാൻ പാടട്ടെ, ഞാൻ പിച്ച് പിടിക്കല്ലേ. ശ്രുതി ഓക്കെ. ഞാൻ പാടാ. അനക്ക് ഇവിടുന്ന് പോണോ? എത്ര മാസം ഉണ്ട് ഇവിടുന്ന് പോവാൻ? 2 മാസം. 2 മാസല്ലേ? 6 മാസം ആക്കണോ? വേണ്ട വേണോ? ഓക്കെ, അപ്പൊ ഞാൻ പാടാം. കൊടിയ വേനൽ കാലം, കുളങ്ങൾ വറ്റിയ കാലം, കുതിച്ചും ചാടിയും 2 തവളകൾ കൊണ്ടു കിണറിൻ അരികിലെത്തി. ദാഹനീരിനായി 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 ദാഹനീരിനായി. ദാഹനീര് ചൂടാട്ട് മോശായോ? വളരെ നന്നായിട്ട് പാടിയ മോശായോ? കുറച്ചു കാലമായി പ്രാക്ടീസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തിനാണോ അത്? ഒരു ദിവസല്ലേ, ഓണമല്ലേ, മറന്നേക്കൂ. ഒരു കാര്യം ചെയ്യാം, നിന്റെ നാടകം ആയിക്കോട്ടെ അടുത്ത്. ഞാനാണ് ഡയറക്ടർ. ആണോ? സംവിധായകൻ. പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ എസ്.ഐ സാർ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എന്ത് വേണമെങ്കിൽ തുറന്നു പറയാം. ആർക്ക് എന്തും പറയാം. നമുക്ക് എന്തും പറയാം. മനസ്സിൽ വെച്ചും കൊടുക്കുന്ന പരിപാടിയില്ല. ഒന്നും പറയല്ലേ? എന്തും പറയാം. മനസ്സിലാക്കിയല്ല, മാവേലി അങ്ങനെ ഒന്നും പോലല്ല. ഇപ്പഴാ ഈ പാട്ടിന് ഒരു സംഭവം ഉണ്ടായി. എന്താ അറിയോ? മാവേലി നാടുപാണ് ഈടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇതാ ഒന്നുപോലെ. ഷുഗർ വന്നു കഴിഞ്ഞാൽ ഏത് മാവേലി ഇതേപോലെ ആവും. ഷുഗർ അങ്ങക്ക് അങ്ങനെ ആയി പോയതല്ലേ? എന്തിന് സാർ ഇരന്ന് വാങ്ങിയല്ലേ ഇപ്പൊ? അത് വേണ്ട, നാടകം. ഞാൻ ആ ഡയലോഗ് ഒന്ന് പറയും. നാടകത്തിൽ ഞാനാ മാവേലി. ഞാൻ സാറാണ് മറന്നു. ഇന്നത്തെ ദിവസമാണല്ലോ, പെട്ടെന്ന് അങ്ങനെ സ്വാതന്ത്ര്യം. ഞാൻ വാമനല്ലേ? അല്ല, മാമനല്ല, വാമനൻ. ഇരുമ്പാണിക്ക് പകരം മുളയാളി വെച്ച് കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. അല്ലാതെ ഇങ്ങനത്തെ വടക്ക വീരാകത്തെ മാവേലിയ. അത് പെട്ടെന്ന് മറ്റേ ചങ്ങായി കൊല്ലി പിടിച്ചിട്ടപ്പോഴേ ഞരമ്പനെന്തോ പറ്റിച്ചു. അതല്ല ഞാൻ പറഞ്ഞ ഡയലോഗ്, മറ്റേ മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഞാൻ പറഞ്ഞ മാവേലി നാടു ചാണിക്കുരം കേടുമ്പോൾ നാട് കാണിച്ചോരോ. മഹാവേലി നാട് കാണിക്കാരോ? അല്ലേ? നിങ്ങൾ നല്ല നാട് കാണിച്ചോരും കയറി ഊട്ടിയിലൊക്കെ പോയി കണ്ടേ 2 ദിവസം കഴിഞ്ഞോണ്ട് പോയി. അങ്ങനെ നാട് കാണിച്ചോരോ അക്ഷരസ്ഫുടത വേണം. ആർക്കാണ് പുസ്തകമില്ലാത്ത? ആർക്കാണ് പുസ്തകമില്ലാത്ത? ആർക്കാണ് അച്ഛൻ പുസ്തകമില്ലാത്ത? ഇത് കറക്റ്റാ. ഇത് കറക്റ്റാ. മറ്റേ ഡയലോഗ്. ആദ്യത്തെ അടിക്ക് ഭൂമി, രണ്ടാമത്തെ അടിക്ക് സ്വർഗം, മൂന്നാമത്തെ അടി സൂപ്രണ്ടിന്റെ കരത്തൊന്നും അത് ചോദിക്കണം. ഞാൻ വാമനൻ, സാർ മാവേലി. ശരി, നിക്ക്. ആക്ഷൻ. കുനിഞ്ഞു നിക്ക് സാർ. കുനിഞ്ഞു നിൽക്കൂ. എന്താണ് സാറേ? സാറേ എന്താ പരിപാടി? തിരിഞ്ഞു നിൽക്കുക. ഓക്കെ, അപ്പൊ ഞാനിതാ വരുന്നു. വാമനായി ഞാൻ വരികയാണ്. 3 അടി ചോദിച്ചിട്ട് കുനിയാണ്. സാറ് കുനിയുന്നു. റെഡി? നോക്കൂ. അതാന്തൻ സാറേ, ഓണൊക്കെ ആയിട്ട് പുതിയൊക്കെ ഒന്ന് വാങ്ങിട്ടൂടെ? ഫുള്ള് നെറ്റ് അയക്കുന്നു, ഇന്റർനെറ്റ്. വേണ്ട, നാടകം വേണ്ട, നാടകം വേണ്ട, നാടകം വേണ്ട, നാടകം വേണ്ട. ഗെയിം മതി, ഗെയിം മതി. ചാക്ക് കയറിയോട്ടോ. ആരൊക്കെയുണ്ട്? ചാക്ക് കയറിയോടാൻ ആരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ ചാക്ക് ആരൊക്കെയുള്ളത്? പങ്കെടുക്കാനുള്ളത്. ഓക്കെ, 1 2 3. സാറുണ്ടോ? നിങ്ങളൊന്നും ഒഴിവാക്കൂല. ഞാൻ ഏതായാലും അല്ല എങ്ങനെ ആടിയാ പോലെ. 1 2. റെഡിയാണ്? ഓക്കെ, കല്യാണം റെഡി. 1 2 3. എല്ലാവരും പ്രിയമുള്ളവരെ,
നല്ല കയ്യടി എല്ലാവരും. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഓട്ട മത്സരത്തിൽ കല്യാണരാമൻ 1ാം സമ്മാനം കരസ്ഥമാക്കിയാണ്. ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടിപൊളി എന്റെ കുട്ട. ഞാൻ നിന്നെ കുറെ തെറി വിളിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ഓടിപ്പോയത്? മുളകിന്റെ ചാക്കി കയറി ആരോട് ഓടിപ്പോയി. എങ്ങനെയാണോ മത്സരം കഴിഞ്ഞ് ഓണല്ലേ കിടന്നോട്ടെ. അല്ല നിങ്ങൾ അങ്ങോട്ട് 2 ചാക്ക് പോയതല്ലേ, ഇപ്പൊ എങ്ങനെ? അത് ഞാൻ ഫിനിഷിംഗ് പോയിന്റ് എത്താൻ നേരത്തെ കുറച്ച് ഫാസ്റ്റ് ആക്കി ചാടി ഇവിടെ ചാക്കിനകത്തായി. അതെ, ഭർത്താവിനെ കൊന്നോളാ. ഇങ്ങോട്ട് വാ. സാറേ, അപ്പൊ എന്തായാലും നമ്മളെ 1ാം സമ്മാനം കിട്ടിയ കല്യാണരാമന് സാറിന്റെ കൈ കൊണ്ട് നീ സമ്മാനം കൊടുക്കുക. ഓക്കെ, നിങ്ങളെ മൊത്തം എന്താ ചേരിത്തുണ്ടോ? അല്ല മീശ കണ്ടിട്ട് തോന്നിയാ? അടിപൊളി. അപ്പൊ 2ാമത്തെ സമ്മാനം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട തൊരപ്പൻ സുഗുണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനല്ലല്ലോ സുഗുണ. എന്തേടോ ഓനെവിടെ? ഓനെവിടെ? തൊരപ്പനോ? തൊരപ്പൻ ഇപ്പൊ തുറന്നിപ്പോ കാസർഗോഡ് എത്തിണ്ടാവും. അതെങ്ങനെയാണോ? ഞാൻ രണ്ടാളും ഒരുമിച്ചാ പോയത്. ആ ജംഗ്ഷനിലെത്തിയ ഓനോട് പറഞ്ഞു ഞാനും ബൈക്ക് പോവാ, ഇങ്ങനെ ഇതോട് വിട്ടോന്ന്. അപ്പൊ ഈ ഓനെ പിടിച്ചുകൊണ്ടേ ഞാനെന്താ പോലീസ് ഓനെ പിടിക്കേ? ജയില് ചാടിയോ? അല്ല ഓൻ ജയില് ചാടിയോ? ഓണാഘോഷവും സാറിന്റെ സസ്പെൻഷനും ഒക്കെ ഒരുമിച്ച്. ഇനി 2 മാസമേ ഉള്ളൂ ഞാൻ റിട്ടയർ ആവാൻ. ഞാൻ എന്താ ചെയ്യട്ടെ? ഒരു കാര്യം ചെയ്യും, സർക്കാരായിട്ട് സാറിനെ പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കൂല. സാറ് ഇന്ന് തന്നെ രാജിക്കത്ത് എഴുതി. അടുത്ത സ്ഥാനം ഞാൻ ഏറ്റെടുത്തോളാം. അതിനടക്കട്ടെ. അയ്യോ അയ്യോ നമ്മളെ കബളിപ്പിച്ചോടുള്ള പരിപാടി ഇല്ലടാ. സത്യം പറയാൻ കബളിപ്പിച്ച് ജയിലിൽ ചാടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഈ നായ്ക്കൾ സമ്മതിക്കില്ല. അയ്യോ, ഇങ്ങനെയല്ലാതെ തെരുവ് നായ്ക്കൾ സമ്മതിക്കില്ല. സാറേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് നായ്ക്കൾ ഉണ്ടെങ്കിലും തെരുവ് നായ്ക്കളെ കൊണ്ട് ഇപ്പോഴാ ഒരു ഉപകാരം ഉണ്ടായി. സാറിന്റെ സസ്പെൻഷൻ വരെ മാറി കിട്ടിയല്ലോ. ഇനി കൊല്ലണോ എന്ന കാര്യം പിന്നെ. ഇപ്പൊ കൊടുക്ക് സാറേ തെരുവ് നായ്ക്കൾക്ക് ഒരു സല്യൂട്ട്. കോമഡി സ്കിറ്റുകളുടെ പ്രമേയങ്ങൾക്ക് ദാരിദ്ര്യമുള്ള ഈ സമയത്ത് ഒരു ഫ്രഷ് സബ്ജക്റ്റായിട്ട് നിങ്ങൾ വന്നത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹൈലൈറ്റ്. പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഒരിടത്ത് മാത്രം ദിലീപിൻ്റെയും കണ്ണ് നിറഞ്ഞു, എൻ്റെയും കണ്ണ് നിറഞ്ഞു. അത് എന്താണെന്ന് അറിയില്ല, നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഒരു നിമിഷം കലാഭവനി വന്നതുപോലെ അല്ലേ? ശരിക്കും സാർ, അത് ഈ ദിവസം മണിച്ചേട്ടനൊന്ന് ഓർക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഈ ദിവസം പുള്ളിയെ ഒന്ന് അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പുള്ളിയെ ഈ സ്കിറ്റിനകത്ത് ഒരു ചെറിയ പോർഷനെങ്കിലും മണിദാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കലാഭവൻ മണീനെ പെട്ടെന്ന് മുമ്പിൽ കാണുന്ന, കാരണം മണി അത്രയും നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഒരു ഭാഗമാണ്. ശരിക്കും മണി മുമ്പിൽ വന്ന് നിൽക്കണ പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. മണിയുടെ വേറെ പാട്ടുകളൊക്കെ അറിയോ? പാടും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടി. പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നിരത്തി പരലി വെള്ളത്തിലോടണല്ല. പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നിരത്തി പരലി വെള്ളത്തിലോടണല്ല. മതിയോ? പുത്തനിടിയും വെട്ടിയും മഴയുടെ ശക്തിയുടൻ പെരുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി. പുത്തനിടിയും വെട്ടിയും മഴയുടെ ശക്തിയുടൻ പെരുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി. പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നിരത്തി പരലി വെള്ളത്തിലോടണല്ല.
ആകാശവീതി തോറും കരഞ്ഞിത ആനന്ദ ചൊമ്പരുന്ന് പറക്കണ വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരല് കൊത്ത ആകാശവീതി തോറും കരഞ്ഞിത ആനന്ദ ചൊമ്പരുന്ന് പറക്കണ വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരല് കൊത്ത പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടമല്ല. കലാശികളെ അമ്മിന് കേട്ടോ, എല്ലാവരും ഇത് കഴിച്ചേ. ഞാന് അവിടെ ഇരുന്ന് ഒരുപാട് ചിരിച്ചു. നിങ്ങള് അത്ര ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. കരഞ്ഞു. ആ ചിരിച്ചിട്ട് നമ്മള് ഭയങ്കര ഡീസന്റ് ആയിരിക്കുന്നതൊക്കെ വിട്ടിട്ട് അലർജിരിക്കാന്ന് എന്തായാലും ഗംഭീരായി നിങ്ങൾ. എന്താ ലേഡീസ് ആയിട്ട് അവിടെ പോണു? ഒരു കൈത്താങ്. സംക്രാന്തി ചേട്ടന്റെ നമ്പർ ഒന്നും ഇനി ഇറങ്ങില്ല. അതിന്റെ താരം ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ കിങ് ആണ്, കിങ് രാജാവ്. ഇനി ഇതൊന്നും ഏക്കാൻ പോണില്ല. തമാശയുടെ അപ്പൊ എന്തായാലും ഈ വെൽക്കം ടു സെൻട്രൽ ജയിലിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ ഓഡിയൻസിനോട്, മലയാളികളോട് എന്താ പറയാനുള്ളത്? ഈ ഓണക്കാലത്ത് 100% എന്റർടൈനർ, അതാണ് നമുക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് ചിരിക്കാൻ ഉള്ളൊരു സിനിമ തന്നെയാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ. ജോയി ആലുക്കാസ് ലാഫിംഗ് വില്ലയുടെ ഓണം ബമ്പർ ചിരിക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വക